പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങേക്ക് മഹത്വമപ്പ, മഹത്വമപ്പ, മഹത്വമപ്പ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രമപ്പ, സ്തോത്രമപ്പ. രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ. പ്രൈസ് ലോർഡ്. റോസ് ഫാമിലി FB പേജിലുള്ള അഡ്മിൻസ് ആൻഡ് എല്ലാ എൻ്റെ സഹോദരങ്ങൾക്കും വേഗം വരുന്നവരായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയമുള്ള ദൈവങ്ങളെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം കർത്താവിൻ്റെ തിരുവചനവുമായി നിൽപ്പാൻ തക്കോണം ദൈവമായി കർത്താവ് അടിയനൊരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ஆண்டவரின் ரட்சகருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராக ஆகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக நீங்களும் நானும் ஆயத்தமாக இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. கர்த்தருடைய பிள்ளைங்களே, இன்றைய தின வசன தியானத்திற்குள் பிரவேசிப்பதற்கு முன்பதாக ஒரு தமிழ் பாடல் ஒன்றை நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். 2-3 பேர் எங்கிருந்தாலும் அவர் மத்திய நான் உண்டு என் ஆண்டவர் சொன்னார் அல்லவா, நிச்சயமாகவே அவர் நம்மோடு கூட வாசம் பண்ணுகிறார். என்னோடு கூட பேசுகிற தேவன் உங்களோடு பேச வல்லவராக இருக்கிறார். ஆம் கர்த்தருடைய பிள்ளைங்களே, ஜெபத்தோடு கூட கர்த்தருடைய சமூகத்தில் வருவோமா? கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. பிரைஸ் எல்லாம் ஹல்லேலூயா. എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ, ഒരു തമിഴ് ഗാനം ഒന്ന് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാടിയതിന് ശേഷമായിട്ട് നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. ഇന്നത്തെ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇന്നലെയെ കണ്ടവർ ഇന്ന് എന്ന പ്രഭാതമില്ലാതെ, ഒരു പുതിയ ദിവസമില്ലാതെ എത്രയോ പേർ മരിച്ച് മൺമറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ സമശിഷ്ടങ്ങൾ എത്രയോ പേർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ഒക്കെ ഈ ലോകത്തിൽ നിന്ന് പലവിധമാകുന്ന രോഗത്താൽ ബാധിക്കപ്പെട്ടവരായി, പെട്ടെന്നുള്ള ആക്സിഡന്റുകൾ, അതായത് ദൈവമക്കളെ കണ്ണുമൂടി തുറക്കുന്നതിന് മുൻപ് അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്. എന്നാൽ ദൈവമായി കർത്താവ് നമ്മളെ എല്ലാവരെയും കാത്ത് സൂക്ഷിച്ചു പരിപാലിച്ചു. ഇവിടെയായി കർത്താവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നമ്മളെ എല്ലാവരെയും മൂടി മറച്ചതിനാൽ നമുക്കെല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അത് കർത്താവിന്റെ ദയവല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് വിളിച്ചു പറയാം. ദൈവമക്കളെ, കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആകയാൽ പ്രിയമുള്ളവർ, ദൈവമക്കളെ, ഒരു പാട്ടിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവില്ലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. உந்தன் சமூகமேன கானந்தமே, உந்தன் பாதத்தை என்றும் முத்தம் செய்வே, உந்தன் சமூகமேன கானந்தமே, உந்தன் பாதத்தை என்றும் முத்தம் செய்வே. நீரே போதும், நீரே போதும், நீரே போதும் என் வாழ்விலே, உம்மை அன்று ஆருமில்லை. நீரே போதும், நீரே போதும், நீரே போதும் என் வாழ்விலே, உம்மை என்று ஆருமில்லை. கண்ணீரின் வாழ்விலே என் வாழ்க்கை ஆனதே, கண்ணீரின் வாழ்க்கையே என் வாழ்க்கை ஆனதே.
எந்த கண்ணீரை துடைப்பது நீரன்றி ஆருமே. எந்த கண்ணீரை துடைப்பது നീരഞ്ചി യാരുമേ. എന്നോട് ചേർന്ന് നിങ്ങൾക്കും പാടാൻ കഴിയുമോ? നീരെ പോതും നീരെ പോതും നീരെ പോതും എൻ വാഴ്വില്ലേ ഉമ്മയன்று யாருமில்லை. நீரே போதும் நீரே போதும் நீரே போதும் என் வாழ்விலே உம்மையன்றி யாருமில்லை. தனிமை நேரங்களில் துணையாய் வந்தீரே. தனிமை நேரங்களில் துணையாய் வந்தீரே. எந்தன் வேதனை நேரத்தில் உம் வார்த்தையால் தேற்றினீர். எந்தன் வேதனை நேரத்தில் உம் வார்த்தையால் தேற்றினீர். நீரே போதும் நீரே போதும் நீரே போதும் என் வாழ்விலே உம்மை அன்றி யாருமில்லை. நீரே போதும் நீரே போதும் நீரே போதும் என் வாழ்விலே உம்மை அன்றி யாருமில்லை. என் வாழ்க்கையில் ஆருமில்லை அநாதை ஆனேனே. நான் உண்டு உன் துணை என்றீரே இயேசுவே. நான் உண்டு உன் துணை என்றீரே இயேசுவே. நீரே போதும் நீரே போதும் நீரே போதும் என் வாழ்விலே உம்மை அன்றி யாருமில்லை. நீரே போதும் நீரே போதும் நீரே போதும் என் வாழ்விலே உம்மை அன்றி யாருமில்லை. உந்தன் சமூகமென ஆனந்தமே உந்தன் பாதத்தை என்றும் முத்தம் செய்வே. உந்தன் சமூகமென ஆனந்தமே உந்தன் பாதத்தை என்றும் முத்தம் செய்வே. நீரே போதும் நீரே போதும் நீரே போதும் என் வாழ்விலே ഉമ്മൈ അன்றി ആരുമില്ല. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവല്ലാതെ നമുക്ക് ആരാ പ്രിയരെ? നമുക്കൊരു തുണയായി നിൽക്കുന്നത്, നമുക്കൊരു സഹായത്തിന്, നമുക്ക് സമാധാനത്തിന് രണ്ട് വാക്കുകൾ നമ്മളോട് പറയുവാൻ നമ്മുടെ അപ്പനല്ലാതെ മറ്റാരാ നമുക്കുള്ളത്? കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ വൈകിയ വേളയിൽ വചനവുമായി ഈ അടിയൻ കടന്നു വരുന്നു. നാഥ, വചനത്തിന് മുൻപിൽ കാണിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ,
ജീവിതത്തിൽ നിരാശരായി, ദുഃഖിതരായി, വേദനയോട്, ഭാരത്തോടുകൂടെ ആയിരിക്കുന്നു എങ്കിൽ എൻ്റെ കർത്താവ്, ഇന്ന് വചനം കേൾക്കുന്നവരിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകണം, ഒരു മാറ്റം ഉണ്ടാകണം. കർത്താവിന് നിങ്ങളുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് വരവിൽ പ്രത്യാശയുള്ളവരായി തീരേണ്ടതിന് വചനത്തിലൂടെ തന്നെ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരോടും അപ്പച്ചൻ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരോടും സംസാരിക്കണമേ. കർത്താവ് വചനം കേൾക്കുവാൻ അനേകരെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേജിനെ കർത്താവ് അനുഗ്രഹിച്ച് തന്നാട്ടെ. ഞങ്ങളുടെ അഡ്മിന്മാർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പേജിലായിരിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അടിയനെയും പൊടിയോളം താഴ്ത്തുന്നു കർത്താവ്. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഇന്ന് ഒരല്പ നിമിഷം തിരുവചനമായി ഞാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ദർശനം പ്രാപിച്ച ഗിദെയോൻ. ഹല്ലേലൂയ. ദർശനം പ്രാപിച്ച ഗിദെയോൻ. പ്രിയമുള്ള ദൈവമക്കളെ, ഗിദെയോന്റെ ചരിത്രം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ ഗിദെയോന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതവുമായി നാം അത് കമ്പയർ ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അത് നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പടി കൂടെ കർത്താവുമായിട്ടൊന്ന് അടുത്ത് വരുവാൻ, നമ്മുടെ ആത്മീക ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് പുതുക്കം പ്രാപിക്കുവാൻ നമുക്ക് ഇത് മതിയാകും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടുകൂടെ ദൈവജനം ഹല്ലേലൂയ വചനത്തിന്റെ മുൻപിൽ താണിരിക്കുക. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ വലിയനായ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. വചനത്തിലൂടെ തന്നെ കർത്താവ് നിങ്ങളോട് ഇടപെടും. പ്രിയരെ, പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കുക. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കറിയാം ന്യായാധിപന്മാരുടെ പുസ്തകം, അത് ശമൂവേലാണ് അതിന്റെ ഗ്രന്ഥകർത്താവ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 21 അധ്യായങ്ങളാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ളത്. പ്രിയരെ, BC 1060-നും 1030-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടതെന്നും നമുക്കറിയാം. പ്രിയ ദൈവമക്കളെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അപ്പോൾ യഹോവ അവനെ നോക്കി, ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യഹോവ അവനെ നോക്കി, ഈ ബലത്തോടെ പോകാം, പ്രൈസ് ദി ലോർഡ്, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഗിദെയോൻ എന്ന വാക്കിന്റെ അർത്ഥം വെട്ടുകാരൻ, മുറിക്കുന്നവൻ, വിട്ടുകൊടുക്കാത്തവൻ, ഇങ്ങനെയൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. ഗിദെയോനെ ദൈവം വിളിച്ചത് എന്താണെന്നറിയാമോ? പരാക്രമശാലിയെ എന്ന. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം ഗിദെയോനെ വിളിച്ച വിളി പരാക്രമശാലിയെ എന്നാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു വാഗ്ദത്തം അഥവാ ഒരു വാഗ്ദാനമാണ് പ്രിയരെ ഇവിടെ ഗിദെയോന് ദൈവം നൽകുന്നത്. ഹല്ലേലൂയ. ഗിദെയോനോടുകൂടെ ദൈവം ഉണ്ട് എന്ന് അറിയിക്കുന്ന ഒരു വാഗ്ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് യഹോവയായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്നാണ്. ഹല്ലേലൂയ. നമ്മെ ഹല്ലേലൂയ കർത്താവ് ധൈര്യപ്പെടുത്തുന്നത്. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയും? പ്രിയരെ, ഗിദെയോൻ ദൈവത്തിന്റെ മുൻപിൽ വളരെയധികം വിനയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും?
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഗിദെയോന്റെ ഒരു താഴ്മയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഗിദെയോൻ ദൈവത്തോട് പറയാ, അയ്യോ യഹോവേ, ഞാൻ എങ്ങനെ ഇസ്രായേലിനെ വഴി നടത്തും എന്നാണ് പറഞ്ഞത്. പ്രിയരെ, ഹല്ലേലൂയ, തന്റെ എല്ലാ പ്രശ്നങ്ങളും താൻ ദൈവത്തോട് തുറന്നു പറയുമായിരുന്നു എന്ന് നമുക്ക് ഗിദെയോന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഗിദെയോന്റെ ഒരു മനോഭാവം അത് തന്നെയാ, ദൈവത്തോട് താൻ തുറന്നു പറയുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിയെ, സഹോദരിയെ, സഹോദരനെ, എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ തുറന്നു പറയുവാൻ കഴിയും? നീ തുറന്നു പറയുന്നു എങ്കിൽ നിശ്ചയമായും നിന്റെ വിഷയത്തിന് വിടുതല. നീ എത്ര കാര്യങ്ങൾ നീ മറച്ചു വെച്ചിട്ട് നീ ദൈവസന്നിധി വന്ന് നിലവിളിച്ചാൽ കർത്താവ് ഓർക്കുന്നത് നീ മറച്ചു വെച്ച കാര്യത്തെ ആയിരിക്കും. ആകയാൽ ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഗിദെയോന്റെ ഒരു നല്ല ഗുണം, ഒരു നല്ല സ്വഭാവം, താൻ ദൈവത്തോട് തുറന്നു പറയുമായിരുന്നു. മാത്രമല്ല ഹല്ലേലൂയ, ദൈവമക്കളെ, താൻ എന്താ ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ, താൻ സംശയ നിവാരണത്തിനായി താൻ ദൈവത്തോട് അടയാളം ചോദിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു എന്ന് നമുക്ക് ഗിദെയോനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ, താൻ ദൈവത്തോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് അടയാളം ചോദിക്കും. ഹല്ലേലൂയ, എത്ര പേർക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയുന്നു? വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നീ നിന്റെ ദൈവത്തോട് സംസാരിക്കുമോ? ആമേൻ. ഹല്ലേലൂയ. ഒരു സ്നേഹിതനെ പോലെ, ഒരു അപ്പനെ പോലെ, ഒരു ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനോട് എത്ര പേർക്ക് സംസാരിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നീ മനം തുറന്ന്, നിന്റെ ഹൃദയം തുറന്ന് നീ ദൈവത്തോടൊന്ന് പറഞ്ഞേ, ദൈവത്തോടൊന്ന് ഒന്നും നിന്റെ വിഷമസന്ധികൾ, നിന്റെ പ്രതികൂല അവസ്ഥകൾ, നിന്റെ പ്രയാസങ്ങൾ എന്തു തന്നെ ആകട്ടെ, നീ തുറന്നു പറയുമോ? കർത്താവ് നിന്റെ വിഷയത്തിൽ വിടുതൽ തരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗിദെയോൻ ദൈവത്തിന് വഴിപാട് കഴിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രിയരെ, ഹല്ലേലൂയ, ഗിദെയോനെ കുറിച്ച് വീണ്ടും നാം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. ഗിദെയോൻ ദർശനം പ്രാപിച്ചവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അത് മാത്രമല്ല, വിഗ്രഹ ആരാധന താൻ ഉപേക്ഷിച്ചവനായിരുന്നു. ഇപ്പോൾ വിഗ്രഹ ആരാധന എന്നൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കും, ഓ, ഞങ്ങൾ വലിയൊരു ബിംബത്തെ കൊണ്ടുവന്ന് വെച്ച് ആരാധിക്കുന്ന ഒന്നുമില്ല. പിന്നെ അന്നത്തെ കാലത്തുള്ള ചെറിയ ഒരു യേശുവിന്റെ ഒരു ഫോട്ടോയോ ഇതൊക്കെ ഉള്ളൂ, ഞങ്ങളുടെ കൈ വേറെ ഒന്നുമില്ല. സഹോദരി, വ്യക്തമായി വിളിച്ചു പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, അത് മതി, അത് വിഗ്രഹം തന്നെയാ. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമല്ലാത്ത ഏത് കാര്യത്തെ നീ വണങ്ങുന്നുവോ അത് വിഗ്രഹ ആരാധന തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ വിളിച്ചു പറയട്ടെ, ദൈവം അരുവെറുപ്പെന്ന് കാണുന്ന, ദൈവം വെറുക്കുന്നതിനെ നീ സ്വീകരിക്കരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. നീ അത് സ്വീകരിച്ചാൽ നിശ്ചയമായും അത് ഹല്ലേലൂയ വിഗ്രഹ ആരാധന തന്നെയാ. ഇവിടെ ഹല്ലേലൂയ ഗിദെയോനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ദൈവമക്കളെ, താൻ വിഗ്രഹ ആരാധന ഉപേക്ഷിച്ചവൻ. മാത്രമല്ല, ബാലിന്റെ ഹല്ലേലൂയ ബലിപീഠത്തെ ഇടിച്ച് കളഞ്ഞവൻ, പരിശുദ്ധാത്മ പകർച്ച പ്രാപിച്ചവൻ, ഹല്ലേലൂയ എന്നൊക്കെ നമുക്ക് ഈ ഗിദെയോനെ കുറിച്ച് പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, സഹോദരങ്ങളെ, ആദിമ നൂറ്റാണ്ടുകളിൽ നിനക്ക് ലഭിച്ചിരുന്ന ആ ആത്മീക സന്തോഷ സമാധാനം ഒക്കെയാണോ ഇപ്പോഴും നീ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്? അന്ന് നീ പ്രാപിച്ചിരുന്ന അഭിഷേകത്തിന്റെ ശക്തിയാണോ ഇപ്പോഴും നീ കൊണ്ടു നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, ദിനംതോറും നീ ക്രിസ്തുവിൽ വളരുന്ന ഒരു വ്യക്തിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നീ താണിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നിന്നോട് ഇടപെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഗിദെയോൻ ഭീരുക്കളെ താൻ യുദ്ധത്തിന് വെച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭീരുക്കളെല്ലാം ഗിദെയോൻ ഒഴിവാക്കിയിരുന്നതായിട്ട് വചനം വിളിച്ചു പറയുന്നു. മാത്രമല്ല, അലസന്മാരെ താൻ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം, ദൈവത്തിന് അലസന്മാർ ഇഷ്ടമല്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇരിക്കുന്ന ഇടത്തിൽ അടങ്ങിയിരുന്നാൽ പോരാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, ദൈവത്തിന് വേണ്ടി നീ ജ്വലിക്കുന്ന, പ്രകാശിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ നീ പുറപ്പെടണം സഹോദരി. ഹല്ലേലൂയ. നീ അറിഞ്ഞിരിക്കുന്ന സത്യത്തെ നിന്നോടുകൂടെ പോകട്ടെ എന്ന് വിചാരിക്കാതെ, ഹല്ലേലൂയ, കർത്താവിന്റെ വചനമായി നീ കടന്നു പോകണം.
അലസത പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അലസത പാടില്ല. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, ദൈവമക്കളെ, ഹല്ലേലൂയ, താലന്ത് കൊടുത്ത ആ ഒരു ചരിത്രം നാം വായിച്ചിട്ടുണ്ട് വചനത്തിൽ. നമുക്കറിയാം എന്റെ പ്രിയരെ, ഹല്ലേലൂയ, നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവവൈദ്യലെ, ആ ഒരു താലന്ത് കൊടുത്തവനെ ഞാൻ ഓർക്കുകയാണ്. ഒരു താലന്ത് വാങ്ങിച്ചവൻ അവൻ എന്താ ചെയ്തറിയാമോ? അവന് ലഭിച്ച ഒരു താലന്ത് കൊണ്ടെന്ന് കുഴിയിൽ അവൻ കുഴിച്ചിട്ടു. ആ താലന്തിനെ വർദ്ധിപ്പിക്കാതെ, ആ താലന്തിനെ അവൻ ഒന്നുമേ ചെയ്തില്ല. അവൻ വിചാരിച്ചിരുന്ന് കാണത്തില്ല, യജമാനൻ വന്നാൽ കണക്ക് കൊടുക്കണമെന്ന് അവൻ ചിന്തിച്ചില്ല. അവൻ അലസനും മടിയനുമായി കാണപ്പെട്ടു. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, യജമാനൻ വന്ന് കണക്ക് ചോദിച്ചപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എന്താണ് സംഭവിച്ചത്? 5 ലഭിച്ചവൻ 10 തിരികെ കൊടുത്തു. 4 ലഭിച്ചവൻ, ഹല്ലേലൂയ, ദൈവമക്കളെ, അവൻ ഇരട്ടിയായി 2 ലഭിച്ചവൻ 4 കൊടുക്കുന്നു. ഹല്ലേലൂയ, ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ. ഒരു താലന്ത് ലഭിച്ചവനെ കഥ, അവനത് മണ്ണിൽ കുഴിച്ചിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ, മണവാള ആ യജമാനൻ വന്നു കണക്ക് ചോദിച്ചപ്പോൾ മണ്ണിൽ കുഴിച്ചിട്ടത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ദാസനെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, മണവാള അല്ലെങ്കിൽ യജമാനൻ പറയുന്നു, ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാ വിളിച്ചത്. ഇവനെ കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഇരുട്ടറയിലേക്ക്, ആമേൻ, ഹല്ലേലൂയ, ഇരുട്ടിന്റെ അന്ധകാരത്തിലേക്ക് ഇവനെ കൊണ്ട് തള്ളിവിടുവാനാ പറഞ്ഞത്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഗിദെയോൻ, ഹല്ലേലൂയ, ഗിദെയോന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ഗിദെയോൻ അലസന്മാരെ ഒഴിവാക്കിയിരുന്നു യുദ്ധത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അലസന്മാരെ ഒഴിവാക്കുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, അതുകൊണ്ടാ ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതൻ എന്താ വിളിച്ചത്? അല്ലയോ പരാക്രമശാലിയെ എന്നാ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇത് ഇസ്രായേൽ ജനത്തോട് യഹോവയായ ദൈവം പറഞ്ഞു, അന്യ ദൈവത്തെ ആരാധിക്കരുത്, അല്ലെങ്കിൽ ഹല്ലേലൂയ, അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ ജനം എന്താ ചെയ്തത്? അമോര്യരുടെ ദേവനെ അവർ ഭജിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, യഹോവയെ അവർ ഉപേക്ഷിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അന്യ ദേവന്മാരെ ആരാധിച്ചു. ഹല്ലേലൂയ. ദൈവം അവരെ എന്ത് ചെയ്യുന്നറിയാമോ? ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ചിലരോടൊക്കെ അങ്ങനെയാ. ചിലരോടൊക്കെ ദൈവം ഹല്ലേലൂയ ഡയറക്റ്റ് സംസാരിക്കും, പക്ഷേ അവർ അത് ഏറ്റെടുക്കാറില്ല. ഹല്ലേലൂയ, അവരുടെ ഇഷ്ടത്തിൻപടി അവർ ചെയ്യുമ്പോൾ എന്റെ പ്രിയരെ, പിന്നെ വലിയ വിഷയത്തിലാ പോയി ചെന്ന് അവസാനിക്കുന്നത്. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, വിശ്വാസത്തോടു കൂടെ വചനത്തെ ഏറ്റെടുക്കുകയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിക്കുകയും ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ അന്യ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ചപ്പാട് കണ്ടപ്പോൾ യഹോവയായ ദൈവം ശത്രുക്കളുടെ കയ്യിലേക്ക് ഇവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ ഇവർക്ക് അവിടെ അതിനുശേഷമായിട്ടു ഇസ്രായേൽ ജനത്തിന് വളരെയേറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. പീഡനങ്ങൾ സഹിക്കാവയ്യാതെ വന്നപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, അവർ ദൈവത്തോട് നിലവിളിച്ചു. യഹോവയായ ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇതാ ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ ഗിദെയോനെ എഴുന്നേൽപ്പിക്കുക. എന്തിനു വേണ്ടിയെന്നറിയാമോ? ഇസ്രായേൽ ജനത്തെ വഴി നടത്തുവാൻ വേണ്ടി ഹല്ലേലൂയ ദൈവം ഗിദെയോനെ എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്കറിയാം ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ ഗിദെയോന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. ഈ സമയം മിദ്യാന്യപ്പട ഒന്നടങ്കമായി പ്രതികൂലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയാ. ഈ സമയത്തും ഹല്ലേലൂയ ഗിദെയോൻ ഇതാ മുന്തിരിച്ചക്കിന് അരികിൽ നിന്നുകൊണ്ട് ഗോതമ്പ് പാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത്. ഇത് കണ്ടപ്പോൾ ദൈവത്തിന് ഇഷ്ടമായി, ദൈവത്തിന് വലിയ സന്തോഷമായി. ഹല്ലേലൂയ. ദൈവം ഗിദെയോനെ, ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഗിദെയോനെ വിളിച്ചതാണ്. അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര മിദ്യാന്യപ്പട വന്നാൽ എന്താ, എത്ര പ്രതികൂലം വന്നാൽ എന്താ, എത്ര പ്രയാസങ്ങൾ നേരിട്ടാൽ എന്താ, സഹോദരി അധൈര്യപ്പെട്ടു പോകണ്ട. ഗിദെയോനോട് സംസാരിച്ച ദൈവം നമ്മോട് സംസാരിക്കുവാൻ വല്ലവനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന് വലിയ സ്നേഹവും കരുതലും ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. കർത്താവ് പറയുന്നു,
ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, തന്റെ അധ്വാന ഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ആമേൻ മിഥ്യാന്യപ്പട കടന്നു വരുമ്പോഴും താൻ ആ മുന്തിരിച്ചക്കിന് അരികിൽ നിന്നുകൊണ്ട് ഗോതമ്പ് പാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, അനേകരനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരനെ സഹോദരിയെ, ഹല്ലേലൂയ, നമ്മുടെ അധ്വാന ഫലം എങ്ങോട്ടാ പോകുന്നെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ചിലർ പറയാറുണ്ട്, എന്റെ സിസ്റ്ററെ 1-ാം തീയതി സാലറി വാങ്ങും, 5 തീയതി വരെ കയ്യിലുണ്ടാകും, 6-ാം തീയതി മുഴുവൻ തീർന്നു പോകും, 10-ാം തീയതി പോയി കടം വാങ്ങിക്കും. ഇതാ ഇന്നേക്ക് അനേകരുടെ ജീവിതം. അങ്ങനെയാ. എന്താ ഇതിന്റെ കാരണം? എന്തുകൊണ്ട് അധ്വാന ഫലം കയ്യിൽ തങ്ങാതെ വരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, പലരും ഇന്ന് അങ്ങനെയൊക്കെയാ ജീവിക്കുന്നത്. ഞാൻ ഒരു ചെറിയ ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാം എന്റെ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഞാൻ എന്റെ കാര്യം എങ്ങനെയാണ് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും എന്റെ ഹസ്ബൻഡും ഹല്ലേലൂയ ഞങ്ങളുടെ സാലറി വരുമ്പോൾ എന്റെ പ്രിയരെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കും. ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കും, ഒരു പേപ്പറിൽ എഴുതും. എന്നിട്ട് ആ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മാത്രമായിരിക്കും ചെലവ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ കഷ്ടങ്ങളൊക്കെ മാറും. എന്റെ പ്രിയരെ, ഒരുമിച്ച് ഡിസിഷൻ എടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചായിരിക്കണം. നിങ്ങളുടെ സാലറി എങ്ങും പോകത്തില്ല. ദൈവനാമത്തിന് വേണ്ടി നീ കൊടുക്കണം. കൊടുക്കുന്നതോറും ദൈവം നിങ്ങൾക്ക് തരും. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, എന്നേക്ക് അനേകരും സ്തോത്ര വഴിപാട് പോലും കൊടുക്കുവാൻ മനസ്സില്ലാത്ത പലരെയും എനിക്ക് കാണുവാൻ കഴിയും. 10 രൂപ പോലും ദൈവനാമത്തിന് വേണ്ടി കൊടുക്കത്തില്ല. അവർ കൊടുക്കാൻ പറഞ്ഞാൽ അവർ വിചാരിക്കുന്നത്, ഓ ഇതാ ദൈവദാസനല്ലയോ, ഇതാ സഭയ്ക്കല്ലയോ, ഇതാ ദൈവദാസിക്കല്ലയോ. ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്റെ ജീവിതത്തിൽ താൻ വാങ്ങിക്കൂട്ടുന്ന അല്ലെങ്കിൽ തന്റെ കയ്യിലേക്ക് വരുന്ന ആ അധ്വാന ഫലമുണ്ടല്ലോ, അത് ഒരു നിമിഷം പോലും കയ്യിൽ തങ്ങത്തില്ല. അത് നിനക്ക് പ്രയോജനപ്പെടത്തില്ല. അത് പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്നറിയാമോ? ഹല്ലേലൂയ, അനേക ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്. അല്ലെങ്കിൽ അനാവശ്യമായി നിനക്ക് ചെലവാകും. നീ ദൈവനാമത്തിന് വേണ്ടി കൊടുത്തു തുടങ്ങ്, നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഒരു കുറവും, ഹല്ലേലൂയ, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും ഒരു കുറവും എന്റെ കർത്താവ് വരുത്തുന്ന ദൈവമല്ല. ആകയാൽ വിശ്വാസമുള്ള ദൈവജനം ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിന്റെ കൈകളുടെ അധ്വാന ഫലം, ഇവിടെ സങ്കീർത്തനം 128 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, ഇരിക്കുന്ന ഇടത്ത് എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നഷ്ടമാകത്തില്ല. നീ ഭാഗ്യവാൻ, നിനക്ക് ഹല്ലേലൂയ, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. സഹോദരാ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് ഒരു പൈസ പോലും നിനക്ക് നഷ്ടമാകത്തില്ല. ഒരു പൈസ പോലും ഹല്ലേലൂയ നിനക്ക് നിന്നെ വിട്ട് അനാവശ്യമായി ചിലവാകത്തില്ല സഹോദരി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഇരട്ടി നന്മയായി കർത്താവ് നിനക്ക് തരുവാൻ പോകുക. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ഹല്ലേലൂയ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നിന്നെ ശത്രുവിന്റെ പോരാട്ടം, നിന്റെ മേൽ വരുന്ന ശത്രുവിന്റെ പോരാട്ടം, എതിർപ്പുകൾ വന്നപ്പോഴും ഹല്ലേലൂയ, ഗിദെയോൻ എവിടെയായിരുന്നു? മുന്തിരിച്ചക്കിനരികിൽ ഇരുന്നു കൊണ്ട് താൻ ഹല്ലേലൂയ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്നു. പ്രിയ സഹോദരിയെ സഹോദരനെ, പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ 2023-ാം ആണ്ട് ഒരു സമാധാനത്തിന്റെ വർഷമായി മാറട്ടെ, സന്തോഷത്തിന്റെ ദിനമായി മാറട്ടെ. കഷ്ടതകൾ നീങ്ങിപ്പോകട്ടെ, പ്രയാസങ്ങൾ നീങ്ങിപ്പോകട്ടെ, പ്രതികൂലങ്ങൾ നമ്മെ വിട്ട് നീങ്ങിപ്പോകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക. ഒന്ന് പ്രാർത്ഥനയോടുകൂടി ഒന്ന് കടന്നു വാ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്ക സഹോദരി. കർത്താവിന്റെ വിഷയത്തിൽ വലിയ വിടുതൽ അയക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, തന്റെ പ്രതികൂല അവസ്ഥയിലും ഹല്ലേലൂയ ഗിദെയോനെ ഏൽപ്പിച്ചതായ ജോലി താൻ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുന്നത് കണ്ടപ്പോഴാണ് കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ വിളിച്ചത് എന്താ വിളിച്ചത്? അല്ലയോ പരാക്രമശാലിയേ എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 37 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ
യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. ദൈവത്തിന് പ്രസാദം തോന്നിയെന്നിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ലൈവിലുള്ള സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. ലിസി സിസ്റ്ററെ, ദൈവത്തിന് നിങ്ങളെ ഹല്ലേലൂയ അനുഗ്രഹിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു ശക്തിയും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ മേൽ വരുന്ന പ്രതികൂലത്തെ ദൈവം മാറ്റിത്തരും. പ്രാർത്ഥനയോടുകൂടെ ഹല്ലേലൂയ വചനത്തെ ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ആമേൻ തന്നോട് ഇഷ്ടം തോന്നുവാൻ എന്താണ് കാരണം? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗിദെയോനോട് ഇഷ്ടം തോന്നുവാൻ ചില കാരണങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കും മുന്തിരിച്ചക്കിന്റെ അരികിൽ നിന്ന് ഗോതമ്പ് മാറ്റിക്കൊണ്ടിരുന്നതാണോ? അതാണോ ദൈവത്തിന് ഇഷ്ടമായി തോന്നിയത്? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചിന്തിക്കാം പ്രിയരെ. ഹല്ലേലൂയ. ഗിദെയോൻ ഹല്ലേലൂയ ഉത്സാഹിയായി കാണപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. താൻ ഉത്സാഹിയായി കാണപ്പെട്ടു. പ്രിയരെ, ദൈവത്തിന്റെ സന്നിധിയിൽ അലസന്മാരെ ഹല്ലേലൂയ മടിയന്മാരെ ഹല്ലേലൂയ ദൈവം ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്ക് സ്ഥാനം ഇല്ല എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം താൻ മുൻപോട്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. തന്റെ മേൽ എത്ര പ്രതികൂലം വന്നിട്ടും ഹല്ലേലൂയ ഗിദെയോൻ അതൊന്നും കാര്യമാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ അധ്വാന ഫലം ശത്രു കൊണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി താൻ ദൈവമക്കളെ എന്താ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. താൻ ഉത്സാഹിയായി കാണപ്പെട്ടു. സ്നേഹിത, ദൈവത്തിനായി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത് അന്ത്യകാലമാ കേട്ടോ. ഇത് ഹല്ലേലൂയ കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. എന്റെ പ്രിയരെ, ഇത് അന്ത്യകാലമാ. എത്ര പേർ വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ വചനത്തെ ഏറ്റെടുക്കുന്നു? സഹോദരങ്ങളെ, ഒരു കാര്യം പറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. നാം അറിഞ്ഞിരിക്കുന്ന, നാം പ്രാപിച്ചിരിക്കുന്ന ആ സത്യവുമായി മാത്രം ഇരുന്നാൽ പോരാ. ദിനംതോറും നാം വചനത്തിൽ പുഷ്ടി പ്രാപിച്ചവരായി മാറണം. അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നാം ക്രിസ്തുവിൽ ദിനംതോറും വളരണം, ആക്റ്റീവായി കാണപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് 2 പ്രയർ ഗ്രൂപ്പാണ് ഉള്ളത്. 2 വാട്സപ്പ് കൂട്ടായ്മയാണ് ഉള്ളത്. 2ഉം ഓൺലൈൻ പ്രയർ ഗ്രൂപ്പാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഗ്രൂപ്പിലുള്ള പലർക്കും എന്നോട് വെറുപ്പൊക്കെ തോന്നാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം എപ്പോഴും അവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. ഞാൻ എപ്പോഴും പറയും, ഉറങ്ങിപ്പോകരുത്. ഉറങ്ങിയാൽ ഹല്ലേലൂയ പരാജയം അതിൻ്റെ ജീവിതത്തിൽ. ഏത് നിമിഷവും കർത്താവ് വന്നാൽ, ഏത് നിമിഷവും കാഹളത്തിന്റെ ശബ്ദം കേൾക്കാൻ സഹോദരി ഹല്ലേലൂയ നാം ഒരുങ്ങി കാത്തിരിക്കുന്നവരായി മാറണം. അങ്ങനെ നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി മാറണം. ഉത്സാഹിയായി കാണപ്പെടണം. പ്രിയ ദൈവ പൈതലെ, കഴിഞ്ഞ നാളുകളെക്കാൾ ഹല്ലേലൂയ ഈ നാളുകളിൽ എഴുന്നേറ്റ് നമുക്ക് പ്രകാശിക്കാം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി നമുക്ക് തീരാം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? പാടുന്നവർ പാടണം, പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കണം, പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കണം. ഉറങ്ങിപ്പോകരുത്. ഉറങ്ങിപ്പോയാൽ പരാജയമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവമക്കളെ, ഗിദെയോനെ പോലെ നാം എല്ലാവരും ഉത്സാഹികളായി മാറണം. രണ്ടാമതായിട്ട് താൻ പരാക്രമശാലിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ പരാക്രമശാലിയായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നാം വായിച്ചു. എന്താ ദൈവത്തിന്റെ ദൂതൻ വിളിച്ചത്? അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ലോകം, ഒരു പക്ഷേ അയൽക്കാർ, ഒരു പക്ഷേ കുടുംബക്കാർ, നമ്മുടെ ഭവനത്തിലുള്ളവർ പോലും ഒരു ആമേൻ പറയുവാനോ, ഒന്ന് പ്രാർത്ഥിക്കുവാനോ, ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനോ ഒരു പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം തന്നു എന്ന് വരികയില്ല. പക്ഷേ ഹല്ലേലൂയ സഹോദരനെ, സഹോദരിയെ, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, യഹോവ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഗിദെയോനെ വിളിച്ച ദൈവം അല്ലയോ പരാക്രമശാലിയെ. പ്രൈസ് ദി ലോർഡ്. മിദ്യാന്യരുടെ എതിർപ്പുകളെ നേരിടുവാൻ ഗിദെയോൻ തയ്യാറാകുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ദൈവമക്കളെ, വചനത്തിലൂടെ ഒരു ചെറിയ 1-2 ഉദാഹരണങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, യാക്കോബിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 32-ന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയല്ല. എന്റെ പ്രിയരെ, നമുക്ക് ഈ ചരിത്രം അറിയാം. എങ്കിൽ പോലും ഹല്ലേലൂയ ചില കാര്യങ്ങൾ നാം ചിന്തിക്കുന്നത് നമുക്ക് വളരെ അനുഗ്രഹമായി മാറും. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം 20 വർഷമായി ഹല്ലേലൂയ യാക്കോബ് തന്റെ സഹോദരന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി, പദ്ദൻഅരാമിലേക്ക് കടന്നുപോയ ചരിത്രം
ചരിത്രം നമുക്കറിയാം. തന്റെ സഹോദരനായിരിക്കുന്ന ഏശാവിന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെല്ലാം അപ്പനോട് വാങ്ങിക്കൊണ്ട് എന്റെ പ്രിയരെ താൻ ഒരൊറ്റ പോക്ക് പോയത് 20 വർഷം കഴിഞ്ഞ തന്റെ പിതൃഭവനത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ താൻ ആഗ്രഹിക്കുന്നത്. തന്റെ സ്വന്തം ഭവനത്തിലേക്ക്, അപ്പന്റെ ഭവനത്തിലേക്ക് താൻ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, താൻ തിരിച്ചു വരുമ്പോഴേക്കും എന്റെ പ്രിയരെ 2 ഭാര്യമാരും 2 ദാസിമാരും 11 പുത്രന്മാരുമായിട്ട് താൻ കടന്നു വരികയാ. യാബോക്ക് കടവില് എത്തിയ സമയം പ്രിയരെ തന്റെ എല്ലാവരെയും താൻ അക്കര കടത്തി. എന്നാൽ തനിക്ക് ഇപ്പോഴൊരു ഭയമുണ്ട്. എന്താണെന്നറിയാമോ? എന്തൊക്കെയായാലും സഹോദരൻ ഏശാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഞാൻ തട്ടിപ്പറിച്ചവനാ. ഒരു പക്ഷേ എന്റെ സഹോദരൻ എന്നെ കണ്ടാൽ കൊന്നുകളയും. പ്രൈസ് ദി ലോർഡ്, എന്റെ സഹോദരൻ എന്നെ കൊന്നുകളയും എന്നുള്ള ഭയം തനിക്കുണ്ടായി. എന്റെ പ്രിയരെ, ഹല്ലേലൂയ, തന്റെ ഭാര്യമാരെ കുഞ്ഞുങ്ങളെല്ലാം അക്കരെ കടത്തി, തന്റെ മൃഗങ്ങളെല്ലാം അക്കരെ കടത്തിയതിന് ശേഷമായി എന്റെ പ്രിയരെ താൻ മുട്ടുമടക്കി യാബോക്ക് കടവിൽ ഹല്ലേലൂയ താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താൻ നിലവിളിക്കുവാൻ തുടങ്ങി. ദൈവത്തോട് ധൈര്യത്തിന് വേണ്ടി താൻ അധൈര്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായത്. പ്രൈസ് ദി ലോർഡ്, താൻ ഭാരപ്പെട്ട് നീറി ദൈവത്തോട് ഹല്ലേലൂയ താൻ നിലവിളിക്കുകയാ. ഈ സമയം ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ താനുമായിട്ട് വലിയ മൽപ്പിടുത്തം ഇവിടെ ഉണ്ടാവുക. എന്താണെന്നറിയാമോ? ദൂതൻ ചോദിക്കുന്നത് നിന്റെ പേരെന്താ? പ്രൈസ് ദി ലോർഡ്, നിന്റെ പേരെന്താ? എന്നാൽ എന്റെ പ്രിയരെ യാക്കോബ് പറയുവാൻ മടിച്ചു. കാരണം എന്താ? യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപായി എന്ന. പ്രൈസ് ദി ലോർഡ്, ഉപായി എന്ന. എന്നാൽ തനിക്ക് അത് സമ്മതിക്കുവാൻ കഴിയുന്നില്ല, തനിക്കത് പറയുവാൻ കഴിയുന്നില്ല. ദൂതന്റെ മുൻപിൽ താൻ ഹല്ലേലൂയ സൈലന്റ് ആയി നിൽക്കുകയാ. എന്നാൽ ഉഷസ് മാറി. പ്രിയ ദൈവമക്കളെ, നേരം വെളുക്കുന്ന സമയമാകുന്നു. ദൂതന് കടന്നു പോകണം. ദൂതൻ എന്താ ചെയ്തറിയാമോ? യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിയെന്നാണ് പറഞ്ഞത്. വചനത്തിൽ നാം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഒന്ന് ഉളുക്കി കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു, അല്ല എന്റെ പേര് യാക്കോബ് എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് യാക്കോബിന് മുൻപേ ആകാമായിരുന്നു അല്ലേ? ഹല്ലേലൂയ എന്റെ പ്രിയരെ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, എത്ര പേർക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറയുവാൻ കഴിയപ്പാ, എന്നെ അപ്പൻ അനുഗ്രഹിച്ചല്ലാതെ അപ്പനെ ഞാൻ വിടത്തില്ലപ്പ എന്ന് പറയുവാൻ കഴിയുമോ? നിശ്ചയമായും വചനത്തിലൂടെ തന്നെ ദൈവം നിങ്ങളോട് സംസാരിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങേ വിടുകയില്ല എന്ന്. അപ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ, ദൂതൻ യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എന്ന് മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, പിന്നെയോ നീ ഇസ്രായേലായി മാറും. നിന്റെ പേർ ഇനി ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ബഹുജാതികളുടെ പിതാവെന്ന് ഹല്ലേലൂയ അറിയപ്പെടുമെന്ന് ഹല്ലേലൂയ ദൈവമക്കളെ ഇവിടെ ദൂതൻ അനുഗ്രഹിക്കുകയാണ്. ഈ സമയം അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അതിന് മുൻപായിട്ട് ഹല്ലേലൂയ ദൈവമക്കളെ യാക്കോബ് എന്താ ചെയ്യുന്നറിയാമോ? വിലമതിപ്പുള്ള ഹല്ലേലൂയ നല്ല സമ്മാനങ്ങളൊക്കെ ഹല്ലേലൂയ ഏശാവിന്റെ അരികിലേക്ക് അയച്ചു വിട്ടു. പ്രൈസ് ദി ലോർഡ്. അത് 2 ദിവസത്തിന് മുമ്പ് മുതലേ അയക്കിയ കാരണം എന്താണെന്ന് അറിയാമോ? ഒരു പക്ഷേ യാക്കോബിനെ കണ്ടു കഴിഞ്ഞാൽ, ഓ ഹല്ലേലൂയ, യാക്കോബിനെ കണ്ടു കഴിഞ്ഞാൽ ഏശാവ് കൊന്നു കളഞ്ഞെങ്കിലോ എന്നുള്ള ഭാരം, ആ ഭയം തന്നെ അലട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ വിഷയങ്ങൾ ഇതിനു മുൻപായി യാക്കോബിന്റെ സഹോദരൻ അല്ലെങ്കിൽ യാക്കോബിന്റെ ദാസന്മാർ അവിടെ കടന്നു ചെന്ന് പറഞ്ഞു, അങ്ങയുടെ സഹോദരനായിരിക്കുന്ന യാക്കോബ് വന്നിട്ടുണ്ട്, യാബോക്ക് കടവിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകം 33-ന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അനന്തരം യാക്കോബ് തലപ്പൊക്കി നോക്കി, ഏശാവും അവനോട് കൂടെ 400 ആളും വരുന്നത് കണ്ടു. നോക്കണം ദൈവമക്കളെ, യാക്കോബ് പ്രാർത്ഥിച്ച് തലപൊക്കി നോക്കുമ്പോൾ 400 പേരും ഏശാവും കൂടെ വന്ന് നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. താൻ ഭയന്ന് നടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാ. പ്രൈസ് ദി ലോർഡ്. തന്റെ സഹോദരൻ ഒരു പക്ഷേ തന്നെ കൊന്നു കളയുമോ എന്നുള്ള ഭയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, എന്താ ചെയ്യുന്നറിയാമോ? റാഖേലിന്റെ അതായത് തന്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഖേലിന്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയയും
അവളുടെ ആ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസഫിനെയും ഒടുക്കമായും നിർത്തി അവൻ നമുക്ക് മുൻപായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം വീണു. പ്രൈസ് ദി ലോർഡ്. ഇവരെല്ലാം നിർത്തിയെങ്കിലും എൻ്റെ പ്രിയരെ, യാക്കോബ് യേശാവിന്റെ മുൻപിൽ 7 പ്രാവശ്യം ഹല്ലേലൂയ താൻ എന്ത് ചെയ്തറിയാമോ? സാഷ്ടാംഗം വീണു. പ്രൈസ് ദി ലോർഡ്. സാഷ്ടാംഗം വീണ് താൻ നിലവിളിച്ചു, യജമാനനെ എന്ന് വിളിക്കുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്ത് ചെന്ന് യേശാവ് ഓടി വന്നു അവനെ എതിരേറ്റു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, അല്ലെങ്കിൽ ഞാനത് മൊത്തം വായിക്കുവാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം ചുരുക്കി പറഞ്ഞു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഭയമില്ലാതിരുന്ന യാക്കോബിന് ദൈവം ധൈര്യത്തെ കൊടുക്കുന്നത് കാണുവാൻ കഴിയുന്നു. എന്നാൽ യേശാവ് ചോദിച്ചു, യാക്കോബേ സഹോദര, നീ എന്തിനാണ് ഈ സമ്മാനങ്ങളൊക്കെ നീ അയച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ യാക്കോബ് പറഞ്ഞു, ഇത് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി അയച്ചതാണ്, അങ്ങക്ക് എന്നോട് സന്തോഷമുണ്ടാകുവാൻ. ഹല്ലേലൂയ. യഥാർത്ഥമായിട്ട് യാക്കോബ് തന്റെ ഹൃദയത്തിനുള്ളത്തിനാഴം തുറന്ന് വരച്ചു കട്ടുകയാ എൻ്റെ പ്രിയരെ. എന്നാൽ യേശാവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? യേശാവ് പറയുന്നു, എനിക്ക് ധാരാളം ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? എനിക്ക് എൻ്റെ ദൈവം എനിക്ക് ധാരാളം തന്നിരിക്കുന്നു, എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുന്നു. എന്നാൽ നിർബന്ധിച്ച് യാക്കോബ് തന്റെ സമ്മാനങ്ങളെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമുക്കൂടെ ചിന്തിക്കുവാൻ കഴിയുന്നതാ. ഹല്ലേലൂയ. യാക്കോബിനെ പ്രൈസ് ദി ലോർഡ് കാണുവാനായിട്ട് യേശാവ് ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ അവന്റെ അരികിലേക്ക് അടുത്തു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്നേഹിത, മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ വലിയ വിടുതലാകട്ടെ. നീ അധൈര്യപ്പെട്ട് മാറി നിൽക്കുന്ന നിന്റെ സാഹചര്യത്തെ മാറ്റി തരുവാൻ, അത് ധൈര്യപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവം നിന്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാലോ ദൈവമക്കളെ, ഏലിയാവിന്റെ ചരിത്രം നമുക്ക് ഏവർക്കും അറിയാം. ഏലിയാവിനെ ചുഴലിക്കാറ്റിലേക്ക് എടുത്തു കൊള്ളപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ എൻ്റെ പ്രിയരെ, ഏലിശയോട് ഹല്ലേലൂയ യോർദാന്റെ തീരത്ത് വെച്ച് ഏലിയാവ് ചോദിച്ചു, ഏലിശയെ, എന്റെ ദൈവം എടുത്തു കൊള്ളപ്പെടും, ഞാൻ ഹല്ലേലൂയ നീ ചോദിച്ചു കൊള്ളുക, നിനക്ക് എന്താണ് വേണ്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഏലിശ പറഞ്ഞു, ഹല്ലേലൂയ നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ഏലിയാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, യഹോവയായ ദൈവം എന്നെ കാറ്റിൽ എടുത്തു കൊള്ളപ്പെടുന്നത് നീ കാണുമെങ്കിൽ അങ്ങനെ തന്നെ നിനക്കുണ്ടാകും. ഹല്ലേലൂയ. എലിസയെ, നീ ചോദിച്ച കാര്യം അല്പം കഷ്ടമുള്ള കാര്യമാ എന്നാ പറഞ്ഞത്. എന്നാൽ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഏലിയാവിനെ ചുഴലിക്കാറ്റിലേക്ക് എടുത്തു കൊള്ളപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതെ ദൈവമക്കളെ, ഏലിസ കണ്ടു. ഏലിയാവ് ഹല്ലേലൂയ തന്റെ മേലിരുന്ന ആ പുതപ്പെടുത്ത്, ആ സാൽവയെടുത്ത് ഏലിശയുടെ മേൽ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവജനമേ, പുതപ്പ് ആത്മാവിനെ കുറിക്കുകയാകട്ടോ. ഹല്ലേലൂയ. താൻ ചോദിച്ചത് എന്താ? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഏലിശ ഓടി പുതപ്പെടുത്തുകൊണ്ട് യോർദാന്റെ അരികിലേക്ക് ഓടി. ഹല്ലേലൂയ. ഏലിശ യോർദാനെ അടിച്ചു. ഓ, ഏലിയാവിന്റെ ദൈവം എവിടെ എന്നാണ് ചോദിച്ചത്. യോർദാൻ 2ആയി വിഭാഗിക്കപ്പെടുന്നത് കാണുവാൻ കഴിയുന്നു. ഇതാണ് ദൈവമക്കളെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. എന്റെ പ്രിയരെ, ശേഷമായി നാം ഏലിയാവിന്റെയും ഏലിശയുടെയും ചരിത്രം പഠിക്കുമ്പോൾ ഏലിയാവോ 7 അത്ഭുതങ്ങൾ ചെയ്തു എങ്കിൽ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഏലിശ 14 അത്ഭുതത്തെ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇരട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ വായിച്ച വേദഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരട്ടെ ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ താഴ്മ ധരിച്ചവനായിരുന്നു. ഹല്ലേലൂയ. ഗിദെയോൻ താഴ്മ ധരിച്ചവനായിരുന്നു. ഗിദെയോൻ പറയുന്നു, എന്റെ കുടുംബത്തിൽ ഞാൻ ചെറിയവനാണ്. പ്രൈസ് ദി ലോർഡ്. മനശ്ശെ ഗോത്രത്തിൽ ഞാൻ ചെറിയവനാണ്. എത്ര വലിയ ഒരു അതായത് എൻ്റെ പ്രിയരെ, ദൈവത്തോട് താൻ പറയുന്ന ഒരു ഭാഗമാണ്, താഴ്മയുടെ ഒരു പ്രതീകമാണ് ഗിദെയോൻ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. താൻ പറയുകയാണ്, എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. മനശ്ശെ ഗോത്രത്തിൽ ഞാൻ ചെറിയവനാണ്. പ്രൈസ് ദി ലോർഡ്. മനശ്ശെ ഗോത്രത്തിൽ ഞാൻ ചെറിയവനാണ്. ഗിദെയോന്റെ താഴ്മയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ദൈവമക്കളെ 11:29 ഞാൻ സൗമ്യതയിലും ഹല്ലേലൂയ സൗമ്യതയിലും താഴ്മയിലും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. പ്രിയരെ, നമുക്കറിയാം യേശു കർത്താവ്
ശിഷ്യന്മാരുടെ കാലിൽ കഴുകി താഴ്മ എന്ന ഒരു സ്വഭാവത്തെ വെളിപ്പെടുത്തുകയുണ്ടായി നമുക്ക് നന്നായിട്ട് അറിയാം. എന്റെ പ്രിയരെ, ആകയാൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമോ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. താഴ്മയില്ലാതെ ഒരു വ്യക്തിക്ക് ഒന്നും നേടുവാൻ സാധ്യമല്ല. ദൈവമക്കളെ, നമുക്കറിയാം അബ്രഹാം എത്ര വലിയ ധനികനായ ഒരു വ്യക്തിയല്ലേ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ അരികിലേക്ക് ദൈവവും ചില ദൂതന്മാരും അവിടെ കടന്നു വന്നു. അബ്രഹാം എന്താ ചെയ്യുന്നറിയാമോ ദൈവമക്കളെ? വളരെ പെട്ടെന്ന് തന്നെ അബ്രഹാം തൊഴുത്തിൽ നിന്ന് ഒരു ഉരുപ്പടി കൊണ്ടുവന്നു വെട്ടി നുറുക്കി അതെ പ്രിയ ദൈവമക്കളെ അവരെ സൽക്കരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. താഴ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വലിയവനാണെന്നുള്ള ഒരു ഭാവം ഇല്ലാത്ത ഒരു താഴ്മ എന്ന സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ആമേൻ. മിഥ്യാന്യപ്പടയെ പരാജയപ്പെടുത്തുമ്പോഴും ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഗിദെയോൻ വളരെ സിമ്പിൾ ആണ്. ഹല്ലേലൂയ. ഗിദെയോനെ പോലെ ഉത്സാഹിയായി നാം കാണപ്പെടണം. ഈ നാളുകൾ അതിന്റെ വാക്കുകളെ ഞാനോട് അവസാനിപ്പിക്കാൻ പോകുക ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന്റെ ദൂതന് ഈ ഗിദെയോനോട് ഇഷ്ടം തോന്നിയതിന്റെ ചില കാരണങ്ങൾ നമുക്കിവിടെ ചിന്തിക്കുവാനായിട്ട് ഇടയെത്തിരുന്നു. ഒന്നാമതായിട്ട് താൻ ഉത്സാഹിയായി കാണപ്പെട്ടു. 2, താൻ പരാക്രമശാലിയായിരുന്നു. 3, താൻ താഴ്മ ധരിച്ചവനായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ, നാം ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവരായി എരിവോടുകൂടി തീഷ്ണതയോടുകൂടി കാണപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ വിളിച്ചാൽ പരാക്രമശാലിയെ എന്ന് വിളിക്കണം. അത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ ദൈവമക്കളെ. കർത്താവിന്റെ താഴ്മ എന്ന സ്വഭാവത്തെ ധരിച്ചവരായി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവസന്നിധിയിൽ ഭയത്തോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ നാം കാണപ്പെടുമ്പോൾ പരാക്രമശാലിയായി ദൈവമക്കളെ കർത്താവ് നമ്മളെ വിളിക്കുവാനിടയാകും. ആകയാൽ ദൈവത്തിന്റെ സന്നിധി നമ്മളെ താഴ്ത്തി ഈ വചനത്തിന് മുൻപിൽ നിന്ന് താഴ്ത്തി സമർപ്പിക്കാമോ? എന്റെ പ്രിയരെ, വചനത്തിലൂടെ തന്നെ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവജനമേ, എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് തന്നെ ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഞങ്ങൾ കേട്ടതായി ഈ വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുകയാണപ്പാ. ഗിദെയോനെ പോലെ അപ്പാ ഞങ്ങൾ ഉത്സാഹിതരായി കാണപ്പെടണം. ഞങ്ങൾ പരാക്രമശാലികളായി മാറണം കർത്താവ്. താഴ്മ ധരിച്ചവരായി മാറണം. ഞങ്ങളുടെ വചനവുമായി ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ദൈവമായി കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടവർക്കായി സ്തോത്രം. വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാവർക്കും അത് അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ്. പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ സന്നിധി ഞങ്ങൾ താഴ്മയോടുകൂടെ ഞങ്ങളായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് വചനത്തിന് മുൻപിൽ താണിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രത്യേകം ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കണപ്പാ. സകലത ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ ആരംഭരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, എന്താ ഇതുവരെയും നിങ്ങൾ എല്ലാവരും ഈ വചനം കേട്ടുകൊണ്ടിരുന്നുവല്ലോ. വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയരെ, എൻ്റെ ഷോർട്ട് മെസ്സേജസ് ആവശ്യമുള്ളവർ ദയവായി യൂട്യൂബിൽ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്ന നിങ്ങൾ ടൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവമക്കളെ, നിങ്ങൾക്ക് ദിനംതോറുമുള്ള ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുവാൻ ഇടയാകും. ദൈവമക്കളെ, അത് അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതുപോലെ തന്നെ ഇതുവരെയിലും എന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. അതുപോലെ തന്നെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെയും പേജിന്റെയും എന്റെ വാട്സപ്പ് കൂട്ടായ്മയുടെയും അഡ്മിന്മാരും എന്റെ സഹോദരങ്ങളും എല്ലാവരും, ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവമക്കളെ, എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഞങ്ങൾക്ക് 2 വാട്സപ്പ് കൂട്ടായ്മയാണുള്ളത്. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ എനി ടൈം പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്ന ഒരു വലിയ പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ദൈവമക്കളുടെ അനേകരുടെ ജീവനുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരു ഗ്രൂപ്പും കൂടാണ്. പ്രാർത്ഥനാ വിഷയമുള്ളവർ ദയവ് ചെയ്ത് എന്റെ പ്രിയരെ, നിങ്ങൾക്ക് സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ അഡ്മിന്മാർ 24 മണിക്കൂറും ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല അഡ്മിന്മാരാണ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങളും എല്ലാവരും
അങ്ങനെ തന്നെയാണ്. ദൈവമക്കളെ, നിങ്ങൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. മാത്രമല്ല ദൈവമക്കളെ, റോസ് ഫാമിലിക്ക് 2 പ്രയർ ഗ്രൂപ്പും, ഒന്ന് പ്രാർത്ഥന ഗ്രൂപ്പും, ഒന്ന് പ്രയർ ഗ്രൂപ്പും, ഇത് രണ്ടും റോസ് ഫാമിലിയുടെ തന്നെയാണ്. അതുപോലെ തന്നെ പേജും നമ്മുടെ തന്നെയാണ്. അത് മാത്രമല്ല ദൈവമക്കളെ, നമ്മുടെ നിങ്ങൾക്ക് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ അതിൻ്റെ തന്നെ വാട്സപ്പ് കൂട്ടായ്മ 2 ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. മാത്രമല്ല ദൈവമക്കളെ, റോസ് ഫാമിലിയുടെ ടെലഗ്രാം ആപ്പിലും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും ഞാൻ ഈ സമയം അറിയിക്കുന്നു. നമ്പറിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. ദൈവമായി കർത്താവ് നിങ്ങളെയും എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമക്കളെ, വചനത്തിലൂടെ തന്നെ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. റോസ് ഫാമിലിയുടെ ഞങ്ങളുടെ പേജിനെ ദൈവം അനുഗ്രഹിച്ച് തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. സഹോദരങ്ങളെ, വരവിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹാലലി കാത്തിരിക്കാം. വിശുദ്ധിയോട് വേർപാടോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവമായി കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.